ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഞാനിന്ന് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നേ. ഓണത്തിൻ്റെ മുമ്പായിട്ട് കണ്ണനെ ഒന്ന് പോയി കാണണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു. ഇന്ന് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു ഗുരുവായൂരേക്ക്. പോകുന്ന കൂട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കദളിക്കൊലയും വെട്ടിയിട്ടാട്ടോ പോയത്. കദളിക്കൊല കുറച്ചും കൂടി ഒന്ന് മൂക്കാനുണ്ടായിരുന്നു. പക്ഷെ മൂത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനം കണ്ണന് കൊണ്ടു കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അതുകൊണ്ട് മൂപ്പൊന്നും നോക്കിയില്ല, നേരെ വെട്ടി കയ്യിലെടുത്തു. അതേപോലെ എന്ന് വെച്ചാൽ എനിക്ക് അവിൽ കൊടുക്കാൻ ഞാൻ നേർച്ചയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഒരു പൂജാ സ്റ്റോറിൽ നിന്നും അവിൽ മേടിച്ചു. മഞ്ഞ പട്ടിൻ്റെ അകത്ത് കെട്ടിയിട്ട് കൊടുക്കാമെന്നായിരുന്നു എനിക്ക് നേർച്ചയുള്ളത്. പക്ഷേ ആ ഷോപ്പിലുള്ള മഞ്ഞപ്പട്ട് എന്ന് വെച്ചാൽ കുഞ്ഞിപ്പട്ടായിരുന്നു. പിന്നെ ടെക്സ്റ്റൈൽസ് പോയിട്ട് 1 മീറ്റർ മഞ്ഞപ്പട്ട് കട്ട് ചെയ്ത് മേടിച്ചതാണ്. 5 കിലോ അവിലായിരുന്നു കേട്ടോ ഞാൻ അവിടെ കൊടുത്തത്. അപ്പോൾ അവിലൊക്കെ കെട്ടി കദളിക്കൊലയൊക്കെ ആയി കണ്ണൻ്റെ തിരുനടയിലേക്ക് ഇങ്ങോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷത്തിലേക്കാണ് ഞാൻ അങ്ങോട്ട് എത്തിപ്പെട്ടത്. എന്താണെന്നല്ലേ, ഇന്നവിടെ അത്തപ്പൂക്കളിട്ടത് നമ്മുടെ വെണ്ണക്കണ്ണനാണ്. അപ്പോൾ അതിങ്ങോട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് എന്തില്ലാത്ത സന്തോഷം. വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, ഇന്ന് മൂലം നക്ഷത്രമാണ് എന്നങ്ങാണ്ടു അറിഞ്ഞു. ഞാൻ മൂല നക്ഷത്രത്തിലാണ് ജനിച്ചത്. അപ്പം മൂല നക്ഷത്രത്തിൽ തന്നെ ഗുരുവായൂർ വെണ്ണക്കണ്ണനെ അത്തപ്പൂക്കള ഇടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം തന്നെയാണ്. അങ്ങനെ ഗുരുവായൂരപ്പനെ പുറത്തുനിന്നാണെങ്കിലും മനസ്സറിഞ്ഞെന്ന് തൊഴുതു. അത് കഴിഞ്ഞ് നേരെ തന്ത്രിമനയിലേക്കും പോയി. തന്ത്രിയെയും ഒന്ന് കണ്ട് അനുഗ്രഹവും മേടിച്ചു. ഇപ്പോൾ ഗുരുവായൂർ പോകുമ്പം തന്ത്രിമനയിൽ കയറിയിട്ട് തന്ത്രിയെന്ന് കണ്ട് ഒരനുഗ്രഹം മേടിക്കാറുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞു നേരെ വീട്ടിലോട്ട്.